ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗ് പറഞ്ഞാൽ ചെറുതായിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. കാരണം കുറച്ച് സമയത്തൊരു വ്ളോഗാണ്. അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മളെ ഗ്യാസ് തീർന്നിട്ട് നമുക്ക് മുട്ടം പണി കിട്ടിയിട്ട് രാവിലെയല്ല ഗ്യാസ് തീർന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഗ്യാസ് തീർന്നിട്ട് നമ്മൾ രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്ടട. നമ്മളവിടെ ഓട്ടട എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അത് നമ്മൾ ഓട്ടടയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം, എല്ലാവർക്കും കഴിക്കാനുള്ളത്. പിന്നെ അതേപോലെ തേങ്ങാ ചമ്മന്തിയും ചായയൊക്കെ റെഡിയാക്കിയിരിക്കണം കേട്ടോ. എനിക്ക് ഓട്ടടയൊക്കെ ഇഷ്ടം തേങ്ങാ ചമ്മന്തിയാണ്. നിങ്ങൾക്കൊക്കെ എന്താണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ ആദ്യം തന്നെ ഉണ്ടാക്കിയത് ചോറ് ആവാൻ നേരം വൈകിയാലെന്നല്ല, വെന്തിട്ടില്ലെങ്കിലോ വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആമിനാക്ക് കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കൂൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടക്കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മുട്ടക്കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിതാ ചോറിന് വെള്ളം വെച്ച് ചോറ് വേവാൻ വേണ്ടി ഉണ്ടാക്കണം കേട്ടോ. പിന്നെ രണ്ടടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പ് ശരിക്കും കത്തൂല്ല. അപ്പോൾ പിന്നെ ഒരടുപ്പ് തന്നെയാണ് കേട്ടോ എല്ലാ പരിപാടിയും കഴിച്ചിരിക്കുന്നത്. പിന്നെ ആമിനാക്കുള്ള കുപ്പിയിൽ വെള്ളാക്കലും ലഞ്ചും ഇതൊക്കെ ആക്കി റെഡിയാക്കി വെക്കണം കേട്ടോ. അന്ന് നേരത്തെ വണ്ടി വരുമായിരുന്നു, വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാം ചെയ്തിരിക്കുന്നു. കൂട്ടാൻ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ ചോറ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് പിന്നെ ഓളെ ശരിയാക്കലും ഇതാക്കലൊക്കെ കഴിയുമ്പോൾ എന്തായാലും ചോറ് വേവുമല്ലോ. അപ്പോൾ ഏതായാലും നമുക്ക് ഗ്യാസാണെങ്കിൽ ആകെ ഒരു കുറ്റിയുള്ളൂ കേട്ടോ. നമുക്ക് എല്ലായിടത്തും ചോദിച്ചു. അമ്മായിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഗ്യാസ് 2ാം കുറ്റി ഒരു നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് കേട്ടോ കൊണ്ടുവരൽ. അപ്പോൾ അവിടെ ഇല്ല, അവിടെ ഓരോതും തീരാനായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഏതായാലും അങ്ങനെ ഉണ്ടാക്കി. അപ്പം നമ്മൾ ചോറൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഡാമിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളതാണ് കേട്ടത്. ഞാൻ പിന്നെ ചോറ് വെന്തിട്ട് ഫ്ലാസ്ക് ഉണ്ട്, പക്ഷേ ഫ്ലാസ്ക്ക് അധികം ചൂട് നിൽക്കണില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയാണ്ട് വെള്ളം വെച്ചതായിരുന്നു. പിന്നെ അത് തിളച്ച് വന്നിട്ട് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ബീഫും വെക്കാൻ വേണ്ടിയാണ്ട് റെഡിയാക്കിയിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞോൾ താത്താൻ്റെ അവിടെ പോയിങ്ങാണ്ട് കുറച്ച് മുരിങ്ങൻ്റെ ഇല കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് ഞാൻ പോയി കൊണ്ടുവന്നതല്ല, ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞപ്പോൾ സിലു കൊണ്ടുവന്ന് തരുന്നു കേട്ടോ മുരിങ്ങൻ്റെ ഇല. അപ്പം മുരിങ്ങ താളിപ്പും ബീഫ് വരട്ടുവാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ പുറത്ത് നല്ല ഇരുട്ട് മൂടി നിൽക്കുന്നുണ്ട്. ഫോണിൽ നല്ല വെളിച്ചം ഉണ്ടാവും, എന്നാലും നല്ല ഇരുട്ട് മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പെരും മഴ പെയ്യാനുള്ള നല്ല സാധ്യത ഉണ്ട്. പിന്നെ ഓരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കാണ്. അയ്യോ, മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ടും അതിൻ്റെ ഇടയിൽ പോയി. ഞാൻ പിന്നെ മുന്നിൻ്റെ ഫോണ് ലൈറ്റ് കത്തിച്ച് വെച്ചങ്ങാണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പണിയൊക്കെ എടുത്തിരുന്നത്. പിന്നെ ഇതാ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പെയ്ത് തീർന്നിട്ട് ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മഴ പെയ്യുക, പിന്നെയും മഴ പോവും, പിന്നെ ഇതേപോലെ മഴ പെയ്യും, അങ്ങനെ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ നമ്മളെ കുടിയത്തെ മാതിരിയല്ലല്ലോ ഇവിടെ. നമ്മളവിടെ അറിയുമ്പോൾ എല്ലാവരും ഒച്ചയും പൊളിയും ഒക്കെ ഉണ്ടാവൂലേ. ഇവിടെ ആകുമ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ മുന്നേ ഫോൺ ലൈറ്റ് ഓണാക്കി വെച്ചങ്ങാണ്ടിരുന്നു കേട്ടോ ഞാൻ പണിയെടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ബീഫൊക്കെ റെഡി ആയിക്കണ്. അപ്പോൾ ഞാൻ മുരിങ്ങ താളിക്കാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ചട്ടി വെച്ചിരിക്കണം കേട്ടോ. അടുപ്പം കത്തി കിട്ടിക്കഴിഞ്ഞാൽ നല്ല കത്തലാണ് കേട്ടോ. പെട്ടെന്ന് ഓരോന്ന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അപ്പോഴൊക്കെ പുറത്ത് നല്ല മഴയാണ്. ഞാൻ മഴൻ്റെ വീഡിയോയും എടുക്കും. പിന്നെ ഇങ്ങോട്ട് ഞാൻ പുറത്ത് എത്രത്തോളം ഇരുട്ടും നല്ല മഴയുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത്. പിന്നെന്താ, അപ്പം നമ്മൾ നല്ല അടിപൊളി ബീഫ് വരട്ടും മുരിങ്ങാത്താളിപ്പുമാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നമ്മളെ കുടിയിലൊക്കെ ഫേവറേറ്റായിട്ട് ഉണ്ടാക്കും, എപ്പോഴും ഉണ്ടാക്കുന്നത് മുരിങ്ങാത്താളിപ്പാണ് കേട്ടോ. മെയിനായിട്ട് മുരിങ്ങാത്താളിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെയൊക്കെ കാണിച്ചു തരികയാണ്, നല്ല മഴ പെയ്യണത് കാണിച്ചു തരികയാണ്. പിന്നെ അതാ നല്ല റോഡിൽ കൂടെയൊക്കെ നല്ല വെള്ളം പോകുന്നുണ്ട്, നല്ല വരിവെള്ളം ഒലിച്ച് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്തൊക്കെയാ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കറണ്ടില്ല, ഗ്യാസില്ല, ആകെപ്പാടെ ഒക്കെ ഒരുമാതിരി. പിന്നെ നമ്മളെ ബീഫൊക്കെ റെഡിയായി ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറിയും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ തിരുമ്പി കുളിക്കാൻ പോയത്. അപ്പോൾ നമ്മളെ താളിപ്പ് ഇവിടെ തിളച്ച് കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ അടുപ്പ് മുഴുവൻ നമുക്ക് തിളച്ച് പിന്നെ നമുക്ക് താളിപ്പ് ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇളക്കി കൊടുത്തുങ്ങാണ്ട് പിന്നെ അത് വാങ്ങി വെച്ച്
പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ മോറി എല്ലാം സെറ്റാക്കി വെച്ചങ്ങാണ്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 4 മണിയാവും നമ്മൾ ആമിന വരുമ്പോൾ. അതിൻ്റെ ഇടയിലൊക്കെ വന്നാണ്ട് ഫുഡൊക്കെ കഴിച്ചങ്ങാണ്ട് കടയിലേക്കും പോവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു ഇമോജെങ്കിലും ഒരു കമൻ്റായിട്ടൊന്നും ഇടണം കേട്ടോ. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെ കണ്ടു പോകുകയെന്നല്ലാതെ. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ എന്തായാലും കാണണം കേട്ടോ. ഇനി ഇടുന്ന വീഡിയോ ആണെങ്കിലും ഈ വീഡിയോ ആണെങ്കിലും. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ അസ്സലാമു അലൈക്കും.